സുഹൃത്തുക്കളെ, സമാനതകളില്ലാത്ത ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളം ഇന്നേ വരെ അഭിമുഖീകരിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. അവിടെയാണ് ആ, ചില എന്താണ് പറയുക ചില ആ, എന്താ പറയുക പ്രതീക്ഷയുടെ ചില കിരണങ്ങളായി വലിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാഴ്ചകൾ കൂടി പുറത്തു വരുന്നത്. അവിടെ തീർച്ചയായും സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി നടക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, തൊട്ട അക്കരെയുള്ള മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിലേക്ക് എത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. അവിടെയാണ് ബെയിലി പാലം, ഒരു പാലം ഉണ്ടാകുക. രണ്ട് കരകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പാലം ഏതാണ്ട് പൂർണ്ണമായും തകർന്ന സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയാണ് കേവലം 16 മണിക്കൂർ കൊണ്ട്, അതായത് പാലം നിർമ്മാണം തുടങ്ങി അതിനുള്ള പ്രോസസ്സ് നേരത്തെ ആരംഭിച്ചിരുന്നു. ബേലിപ്പാലം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അത്തരം നടപടികളെല്ലാം തുടങ്ങിയിരുന്നു. പക്ഷേ ഈ ഉപകരണങ്ങളെല്ലാം എത്തി 16 മണിക്കൂർ കൊണ്ട് ഈ പാല നിർമ്മാണം പൂർത്തിയായി എന്നുള്ളതാണ്. മദ്രാസ് റെജിമെൻറ്റിലെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ്. മേജർ സീത ഷിൽക്കെ അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു നടപടികൾ പൂർത്തിയാക്കിയത്. ഏതാണ്ട് ഒരുപക്ഷെ സമീപകാലത്ത് സൈന്യം നിർമ്മിച്ച ഏറ്റവും ദൈർഘ്യമേറിയ പാലം എന്നുകൂടി ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. 190 അടി ദൂരമുള്ള പാലമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ സൈന്യത്തെ നമുക്ക് എത്ര പ്രശംസിച്ചാലും എത്ര കൈയടിച്ചാലും മതി വരില്ല എന്നുള്ളത് തന്നെയാണ് തുടക്കം തന്നെ പറയാൻ സാധിക്കുന്നത്. കാരണം അവരില്ലായിരുന്നുവെങ്കിൽ, അവർക്ക് ഇത്രത്തോളം എൻജിനീയറിംഗ് വൈദഗ്ധ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും നമ്മൾ അക്കരയ്ക്ക് കൂടുതൽ വാഹനങ്ങൾ എത്തിക്കുകയും അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നടപടികൾ നടത്താൻ കഴിയാതെ വരികയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നു. നമുക്കറിയാം, കേവലം ബെയിലി പാലത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ദുരന്തമുണ്ടായ പകൽ തന്നെ നമ്മൾ കണ്ടതാണ്. അവിടേക്ക് ആദ്യം ഈ റോപ്പ് കെട്ടി വടം കെട്ടി അക്കരയിലേക്ക് ഒരു കയർ കെട്ടി ബന്ധിപ്പിച്ച ശേഷം സേനാംഗങ്ങളാണ്, സൈനിക അംഗങ്ങളാണ്, NDRF അടക്കമുള്ള അതിൻ്റെ അംഗങ്ങളും കരസേനയുടെയും വ്യോമസേനയുടെ അംഗങ്ങളൊക്കെ തന്നെയാണ് അവിടെ വലിയ പ്രവർത്തനം നടത്തുകയും ചെയ്തിരുന്നത്. ആദ്യമായി ആ കയറിൽ തൂങ്ങിക്കൊണ്ട് ആ മനുഷ്യർ അക്കരയ്ക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത് അവരുടെ വലിയ സമർപ്പണത്തിൻ്റെ, അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള വലിയ സമർപ്പണത്തിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അതിനുശേഷം അവിടെ നിന്ന് മനുഷ്യരെ അതേ വടത്തിൽ കെട്ടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ചില കുഞ്ഞുങ്ങളെ അവർ തന്നെ എടുത്തുകൊണ്ടുവരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. സൈന്യത്തെ പൊതുവെ പലരും കുറ്റം പറയുകയും, ഇപ്പോൾ രാഹുലിൻ ദൗത്യത്തിലടക്കം സൈന്യത്തിൻ്റെ നടപടികൾ അതിന് ആത്മാർത്ഥയില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ, എവിടെയാണോ ഗംഭീരമായി ഏറ്റവും ആത്മാർത്ഥമായി ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്ത് സൈന്യം ഏറ്റവും എന്താ പറയുക മനുഷ്യർക്ക് വേണ്ടി ഇത്രയധികം അവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും ബെയിലി പാലത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇങ്ങനെ ഓരോ സ്ഥലത്തും ഈ വീടുകൾ പൊളിഞ്ഞ സ്ഥലങ്ങളിലടക്കം മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിൽ തിരച്ചിൽ നടത്തുകയും അവിടെ മനുഷ്യൻ ജീവൻ ഇനി എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന വലിയ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തത് കരസേനയും മറ്റുമാണ്. അതിനിടയിൽ ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും വ്യോമസേനയുടെ പ്രവർത്തനം. വ്യോമസേന ഹെലികോപ്റ്റർ നമ്മൾ ഈ കണ്ട പാലത്തിൽ, ഈ പാലം പൊളിഞ്ഞ സ്ഥലത്ത് യാതൊരു തരത്തിലുള്ള ബേസ്മെൻറ്റും ഇല്ലാത്ത സ്ഥലത്ത് പറന്ന് ഇറങ്ങുന്നു, ആ ചളിയിലേക്ക് ലാൻഡ് ചെയ്യുന്ന കാഴ്ച. എത്രത്തോളം റിസ്ക് നിറഞ്ഞ കാഴ്ചയാണ് അത് എന്നുള്ളത് ഒരുപക്ഷെ മലയാളികൾ ഓരോരുത്തരും ഹൃദയം കൊണ്ട് സൈനികർക്ക് സല്യൂട്ട് അടിച്ച കാഴ്ചയായിരുന്നു അത് എന്ന് തന്നെ പറയേണ്ടി വരും. തൊട്ടടുത്ത ദിവസം മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കും ഹെലികോപ്റ്ററുകൾ പറന്നിറങ്ങുകയും അവിടെ ഭക്ഷണ സാധനങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും എല്ലാം എത്തിക്കുന്ന കാഴ്ചയും ഒക്കെ തന്നെ കണ്ടു. അങ്ങനെ ഫ്രണ്ട് റണ്ണേഴ്സായി സൈന്യം നടത്തുന്ന ഒരു സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരൊക്കെ ചൂണ്ടിക്കാണിച്ചത് സമീപകാലത്ത് ഇത്രയധികം ബുദ്ധിമുട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചെളി പുതഞ്ഞ ഏത് സമയവും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ രക്ഷാപ്രവർത്തനം
നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുക എളുപ്പമല്ല എന്ന് പല മേഖലകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനികരുടെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുകയാണ്. അവിടെയാണ് ചിലരുടെ അസ്വസ്ഥതകൾ പുറത്തു വരുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. ചില മനുഷ്യർ ഈ സൈനികർ അങ്ങനെ കാര്യമായി ചെയ്യുന്നു എന്ന് കണ്ട് ആകെ അസ്വസ്ഥതപ്പെടുന്ന ചില കാഴ്ചകളും സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ചിലരിട്ട പോസ്റ്റുകൾ വായിച്ചപ്പോൾ, ചില മാധ്യമ പ്രവർത്തകരടക്കം ഇട്ട ചില പോസ്റ്റുകൾ കാണിച്ചപ്പോൾ സൈന്യം മാത്രമേ അവിടെ പണിയെടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ചില സംഘികളുടെ പോസ്റ്റിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അവരോട് ഭയങ്കര അസഹിഷ്ണുത തോന്നുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ സംഘികൾക്ക് സൈന്യത്തോട് വലിയ താല്പര്യമുണ്ട്. സൈന്യം അങ്ങനെ ചെയ്യുന്നതിനെ അവർ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥതപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സൈന്യം തന്നെയാണ് അവിടെ ചെയ്തത് എന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ, സൈന്യമാണ് ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയത് എന്ന് വളരെ ശക്തമായി തന്നെ അദ്ദേഹം പറയുന്നു. ഹൃദയത്തിൽ തൊട്ട് സൈന്യത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നു എന്നാണ് മന്ത്രി കെ രാജനും മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരും പറഞ്ഞത്. പക്ഷേ ചില അന്ധം മനസ്സുള്ള ചില മനുഷ്യർ, അവർക്ക് സൈന്യത്തെ അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നതുള്ളൂ. ഒന്ന്, സൈന്യം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം അങ്ങ് കേന്ദ്രം കൊണ്ടുപോകുമോ എന്നുള്ളൊരു ഭയമാണ് ഇവർക്കുള്ളത് എന്ന് തന്നെ യഥാർത്ഥത്തിൽ അങ്ങനൊരു അസ്വസ്ഥത പെട്ടെന്ന് അവരെ അങ്ങ് ബാധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളൊക്കെയും ഈ സാധാരണ മനുഷ്യർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഇപ്പോൾ സൈന്യത്തിന് ചെയ്യേണ്ട പണി അത് സൈന്യത്തിനേ പറ്റുള്ളൂ, അത് നിങ്ങൾ വിചാരിച്ചാൽ പറ്റില്ല. ഇപ്പോൾ ഒരു ബെയിലി പാലം ഉണ്ടാക്കാൻ കേരള ഫയർഫോഴ്സോ കേരള പോലീസോ വിചാരിച്ചാൽ ഇപ്പോൾ എന്തായാലും പറ്റുന്ന കാര്യമല്ല. അവർക്ക് അത്രത്തോളം എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. മാത്രമല്ല അതല്ല അവരുടെ പണിയും. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അതങ്ങനെ പറയും എന്നുള്ളത്. പക്ഷേ സൈന്യം ഇത്ര അസാധ്യമായ, സാധാരണ സേനാ വിഭാഗങ്ങൾക്ക് അസാധ്യമായ പലതും ചെയ്യുമ്പോൾ ആളുകൾ ആരെങ്കിലുമൊക്കെ പോസ്റ്റ് ഇട്ടാൽ, അതിനെ അഭിനന്ദിച്ചാൽ, അതിൽ എന്തിനാണ് കൂട്ടുകാരെ നിങ്ങളിങ്ങനെ അസ്വസ്ഥരാകുന്നത്? യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കീടങ്ങളായി സംഘപരിവാറിൻ്റെ ആളുകളെ പറയുമ്പോൾ ഇത്തരം നികൃഷ്ട ജീവികൾ കൂടി ഉണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ എന്നുള്ളതാണ്. പലപ്പോഴും സംഘപരിവാറിനെതിരായ പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേനാ വിഭാഗങ്ങളെ അടക്കം അങ്ങോട്ട് അഭിനന്ദിക്കാനുള്ള മനസ്സില്ലായ്മ ഇത്തരക്കാർ കാട്ടുന്നു. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇത്തരം മനുഷ്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരികയാണ്. എന്തായാലും എല്ലാ മനുഷ്യരും ചേർന്ന രക്ഷാപ്രവർത്തനമാണ് വയനാട് നടക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യണം. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ കമൻറ്റുകൾ പ്രതീക്ഷിക്കുകയാണ്. നന്ദി.